ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ മാസം ഫെബ്രുവരി 9 റിലീസായ പ്രേമലു എന്ന് പറയുന്ന സിനിമ. നമ്മുടെ നായകൻ വന്നിട്ട് നസ്ലിനാണ്, മമിത ബൈജു ആണ് നായിക. അപ്പം അതിൽ ഡയറക്ടർ വന്നിട്ട് നമ്മുടെ ഗിരീഷ് ഏടി, തണ്ണീർമത്തൻ ഒക്കെ എടുത്ത ഡയറക്ടറാണ്. പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ വന്നിട്ട് നമ്മുടെ ഫഹദ് ഫാസിലാണ്. ഭാവന സ്റ്റുഡിയോസാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമ ഇറങ്ങിയിട്ട് ഒരുപാട് ദിവസമായി, ഒരു മാസം അടുപ്പിച്ചാവാറായി. ഞാൻ ഈ സിനിമ കണ്ടില്ലായിരുന്നു. എന്ന് പറയാൻ തന്നെ എനിക്കിത് കാണാൻ തോന്നിയില്ല. കാരണം ഒരു പ്രതീക്ഷ, ഈ പുള്ളിക്കാരൻ ഗിരീഷ് ഏടിയുടെ സൂപ്പർ ശരണിയും തണ്ണീർമത്തൻ ഡേയ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സൂപ്പർ ശരണി വന്നിട്ട് OTTയിലാണ് കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു, സിനിമ എന്താ, ഈ പിള്ളേർ എന്തെങ്കിലും ചളിയും കാര്യങ്ങളും ഒരു രസം കാണത്തില്ല എന്നൊരു രീതിയിലാണ് ഞാൻ സിനിമ കാണാൻ പോയില്ല. പക്ഷേ സിനിമ ഇറങ്ങി, ഭയങ്കരമായിട്ടുള്ള മൗത്ത് പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ വന്നു. ഭയങ്കരമായിട്ട് പടം കയറി അങ്ങ് ഹിറ്റായി കൊളുത്തി. അപ്പം ഇതിനിടയ്ക്കിൽ ഞാൻ ഭ്രമയുഗം ഒക്കെ കണ്ടായിരുന്നു. ഭ്രമയുഗം കണ്ടു. നമ്മുടെ മഞ്ഞുമൽ ബോയ്സും കണ്ടായിരുന്നു. അപ്പം ഈ രണ്ട് സിനിമ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ പ്രേമലു കാണുന്നത്. അപ്പം എനിക്ക് നമ്മളെ പ്രേമലു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഒരു ഓഫ് മൂഡ് മൂവിയാണ്. അത് വളരെ ബുദ്ധിജീവിയെ പോലെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കാണേണ്ട സിനിമയാണ്. അതിനുശേഷമാണ് ഞാൻ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് കാണുന്നത്. മഞ്ഞുമൽ ബോയ്സ് വന്നിട്ട് അതും ഒരു സീറ്റഡ് ത്രില്ലറായിരുന്നു. അതിനൊക്കെ ശേഷം സത്യം പറഞ്ഞാൽ ആകപ്പാടെ പ്രാന്തെടുക്കുന്നു. മഞ്ഞുമൽ ബോയ്സ് കൊള്ളൂല എന്നല്ല ഞാൻ പറഞ്ഞത്. മഞ്ഞുമൽ ബോയ്സ് വന്നിട്ട് ഒരു രക്ഷയില്ലാത്ത സിനിമയാണ്. ഞാൻ അതിൻ്റെ റിവ്യൂ കേട്ടിട്ടില്ലായിരുന്നു. കാരണം അതും എനിക്ക് കാണാൻ പറ്റിയില്ല. കുറച്ച് തിരക്കും കാര്യങ്ങളും കാരണം എനിക്ക് മഞ്ഞുമൽ ബോയ്സും കാണാൻ പറ്റിയില്ല. ഞാനത് കണ്ടു, ഞാനത് റിവ്യൂ ഇട്ടില്ല. ഒരു രക്ഷയില്ല, പിള്ളേർ പൊളിച്ചിട്ടുണ്ട്. പിന്നെ പ്രേമലു, നമ്മൾ ഈ സിനിമകളൊക്കെ കണ്ട് നമ്മൾ ആകപ്പാടെ പ്രാന്തെടുത്ത് ഇരുന്നപ്പോഴാണ് എൻ്റെ കയ്യിൽ കുറേ പേര് പറഞ്ഞിട്ട് ഈ സിനിമ കാണണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെ ഞാൻ കയറി കണ്ട് എൻ്റെ അമ്മച്ചി ഒരു രക്ഷയില്ലായിരുന്നു. ഒരു ഫുൾ റിഫ്രഷായി കുറേ കാലത്തിന് ശേഷം തിയേറ്ററിൽ പോയിട്ട് ഒന്ന് സന്തോഷിച്ചൊന്ന് ചിരിക്കാനും അതിനൊക്കെ പറ്റി. കാരണം കുറച്ച് കാലമായിട്ട് എല്ലാവർക്കും ഈ ചെറിയ ഡിപ്രഷനും കാര്യങ്ങളുമൊക്കെ മിക്ക ആൾക്കാർക്കും ഇപ്പോഴത്തെ കാലത്ത് ഉള്ളതാണ്. അപ്പം നമുക്കും ഏകദേശം അതൊക്കെ പോലെയൊക്കെ തന്നെ ആയിരുന്നു. അപ്പം ഈ ഒരു സിനിമ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി, ഭയങ്കര രസം തോന്നി. കാരണം ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു തമാശ സിനിമ. നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് നമ്മളെ ഇതൊക്കെ മാറ്റി വെച്ച് സിനിമ അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം എന്ന ഒരു ചിന്തയും വെക്കാതെ ഒരു ഫുൾ ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവിയായിട്ട് ഞാൻ ആസ്വദിച്ചിരുന്ന് കണ്ടു. ഒരുപാട് ഡ്രോബാക്സും കാര്യങ്ങളും എല്ലാ സിനിമയിലുണ്ട്. പക്ഷേ നമ്മൾ അതൊക്കെ അങ്ങ് മാറ്റി വയ്ക്കണം. നമ്മൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ പാടില്ല. നമുക്കൊരു ഫുൾ ടൈം എൻ്റർടൈൻമെൻറ്റായിട്ട് എല്ലാം മറന്നിട്ട് ഇങ്ങനെ ഇരുന്നിരുന്ന് കാണാൻ പറ്റിയ ഒരു കിടിലം പടം. നസ്ലിനെയും മോനേടാ, നീ തകർത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല, നിൻ്റെ അഭിനയം ഒരു രക്ഷയില്ല. പിന്നെ നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ പയ്യൻ ശരത്ത് എന്നാണെന്ന് തോന്നുന്നു, എനിക്ക് അവൻ്റെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ല. അവനും നീയും തകർത്തടിച്ചിട്ടുണ്ട്. നിങ്ങളെ രണ്ടുപേരെയും കോംബോ ഒരു രക്ഷയില്ല. കുറച്ച് കാലത്തിന് ശേഷം എല്ലാം മറന്നിട്ട് വന്നിരുന്ന് ചിരിച്ച് സന്തോഷിച്ച് ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് സിനിമയ്ക്ക് പോയത്. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ആ പടമൊക്കെ കണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എൻജോയ് ഒക്കെ ചെയ്തു. ഭയങ്കര തിയേറ്റർ മൊത്തവും ചിരിയും ബഹളം. എന്നുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ അടുപ്പിച്ച് എല്ലാ ദുഃഖ സിനിമകളും കാര്യങ്ങളും. പക്ഷേ അതിലൊരു ഒരു ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ. ഒരു ഭയങ്കര സന്തോഷമായിരുന്നു ഈ സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം. ഭയങ്കര സന്തോഷമാണ് തോന്നിയത് എനിക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയൊരു എനിക്കിതെന്തോ പറയണമെന്ന് തോന്നി, ഞാൻ അതുകൊണ്ടാണ് വന്ന് പറഞ്ഞത്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ. ബൈ.